ഇന്ത്യൻ സ്ത്രീകൾ ആഴ്ചയിൽ 55 മണിക്കൂർ ജോലി ചെയ്യുന്നു. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കണക്കെന്ന് റിപ്പോർട്ട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൂനെയിൽ EY കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിയിലിരിക്കെയാണ് അന്ന സെബാസ്റ്റ്യൻ പേരേൽ എന്ന 26-കാരി മരിക്കുന്നത്. ജോലിഭാരമാണ് അന്നയുടെ മരണകാരണത്തിന് ഇടയാക്കിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു. അന്നയുടെ മരണം ഇന്ത്യൻ വനിതകളുടെ തൊഴിൽ സാഹചര്യത്തെപ്പറ്റിയും തൊഴിൽ ഭാരത്തെപ്പറ്റിയുമുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ EYക്ക് എഴുതിയ കത്തിൽ മകൾക്ക് മേൽ കമ്പനിയും മുതിർന്ന ഉദ്യോഗസ്ഥരും അടിച്ചേൽപ്പിച്ച ജോലിഭാരത്തെക്കുറിച്ചും അതുകാരണം മകളുടെ ജീവൻ നഷ്ടമായതിനെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ജോലിഭാരം, പ്രത്യേകിച്ച് പുരുഷ മേധാവിത്വ ചുറ്റുപാടിൽ ജോലി ചെയ്യുന്ന യുവതികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലടക്കം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം മണിക്കൂർ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ വനിതകളാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രായം കുറഞ്ഞ പ്രൊഫഷണൽസിനെ കൊണ്ട് കമ്പനികൾ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിക്കുന്നുവെന്ന വസ്തുതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. IT പ്രൊഫഷണലുകളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ വനിതകൾ 2023 എല്ലാ ആഴ്ചയും 56.5 മണിക്കൂർ ജോലി ചെയ്തുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിലെ ഏതു തരത്തിലുള്ള ജോലിയെ പരിഗണിച്ചാലും ഇത് വളരെ കൂടിയ സമയമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഴ്ചയിൽ പ്രവൃത്തി ദിനമെന്നത് 5ആയി പരിഗണിച്ചാൽ ഒരു ദിവസം 11 മണിക്കൂറിലധികമാണ് വനിതകൾ ജോലി ചെയ്യുന്നത്. 6 ദിവസമായി പരിഗണിക്കുകയാണെങ്കിൽ 9 മണിക്കൂറിലധികമാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രൊഫഷണൽ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആഴ്ചയിൽ 53.2 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. അന്ന ഈ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇന്ത്യയിലെ വനിതാ അധ്യാപികമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ ആഴ്ചയിൽ 46 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. IT-യിലും മീഡിയയിലും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് 56.5 മണിക്കൂർ എന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ്. ജർമ്മനിയിൽ IT മാധ്യമ മേഖലകളിലെ സ്ത്രീകൾ 32 മണിക്കൂറും റഷ്യയിൽ 40 മണിക്കൂറുമാണ് ജോലി ചെയ്യുന്നത്.